ഹലോ ഗായ്സ്, വെൽക്കം ടു ചിപ്പിക്കുട്ടി ആൻഡ് മീ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ അട്ടപ്പാടിയിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ അട്ടപ്പാടിയുടെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലീശ്വരൻ കോവിൽ എന്ന് പറയില്ല, അതിൻ്റെ കുറച്ച് താഴെയാണ് കേട്ടോ. അതിൻ്റെ താഴത്തോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ചിപ്പിക്കുട്ടി നല്ല കളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പി നല്ല കളിയാണ് കേട്ടോ. പുഴയിലെ വെള്ളത്തിൽ നല്ല വെള്ളമാണ് കേട്ടോ. എന്ത് നല്ല വെള്ളമാണെന്ന് അറിയാം, നിങ്ങൾക്ക് കണ്ടത്തിന് തോന്നുന്നില്ലേ? നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. നമുക്ക് താഴെയുള്ളതൊക്കെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടായത് എൻ്റെ കസിനോട് പറഞ്ഞ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ നോക്കാതെ അതിൻ്റെ ചുറ്റുമുള്ള വ്യൂസ് ഒന്ന് കണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോന്നു, തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് വീഡിയോസേ എടുത്തുള്ളൂ കേട്ടോ. എനിക്ക് വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുരം ഇറങ്ങുമ്പോഴുള്ള അട്ടപ്പാടിയുടെ സൗന്ദര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഴക്കാലത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരം ഇടിയോ അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാത്രി ആരും പോവാതിരിക്കുക. മാക്സിമം പകലൊക്കെ പോവുക കേട്ടോ. പകൽ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണമല്ലോ. ഇത് ഞങ്ങൾ മഴ തുടങ്ങിയ ആദ്യം സമയത്ത് പോയതാണ്. ഇപ്പോഴാണ് വ്ളോഗ് ഇടുന്നതെന്ന് മാത്രം. അപ്പം ഇപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി നരസിംഹമുഖ അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒന്നും പറയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പത്താം വളവിൽ നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കാണാനുള്ളതാണ് കേട്ടോ അവിടുത്തെ പത്താം വളവ്. പക്ഷെ അവിടെ നിറയെ ആളുകളായതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല കേട്ടോ. നേരെ നമ്മൾ വിട്ടത് വേറൊരു സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. ആനമൂളിയിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്ഥലം കാണുന്നത്. നോക്കി നോക്കും എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇവിടെ നിറയെ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് മൊത്തം ആ കല്ലിൻ്റെയൊക്കെ മുകളിൽ കൂടെ വെള്ളം വരും കേട്ടോ. ചെറിയ ചെറിയ പാറക്കെട്ടുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലാണ് കയറി നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് നിറയെ നാരങ്ങ കിട്ടി കേട്ടോ ഗായ്സ്. ഞങ്ങളവിടെ ഒരു കുഞ്ഞ് ചെടിയിൽ നിറയെ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ജിപ്പിക്കുട്ടിയും കൂടി കുറേ വീഡിയോസ് വീണ്ടും എടുത്തു കേട്ടോ, നമുക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ എൻ്റെ അനിയൻ്റെ അടുത്ത് നന്നായി സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അവിടെ നടക്കണേ, എന്താ ഇപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കുറച്ച് നേരം കളിച്ച് ഞങ്ങളതിൻ്റെ ഭംഗിയും ആ സ്ഥലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നേരെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് മെല്ലെ തിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് താഴെ ഇതിൻ്റെ ഒരു ആനമൂളി ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളൊരു താറാവ് മുട്ടയും അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നിങ്ങളവിടെ പോകണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്ടപ്പാടി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലവും പോയി കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങളങ്ങനെ നേരെ തിരിച്ച് ചുരം ഇറങ്ങി കേട്ടോ. ചിപ്പിക്കുട്ടി എന്നോട് ഭയങ്കരമായിട്ട് കൊണിയാണ് കേട്ടോ. നോക്കിയേ, അവൾക്ക് വണ്ടിയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കൊണിയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അത് രവീണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. രവീണ എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ താഴെ പോയി ഒരു സ്ഥലത്ത്, ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളത് കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അങ്ങനെ നമ്മുടെ ചെറിയൊരു കുട്ടി വ്ലോഗായിരുന്നു കേട്ടോ അത്. എനിക്ക് ഫുൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചിപ്പി ഉണ്ടായിരുന്ന സമയത്ത് അവൾ ആരുടെയും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഭയങ്കര അവൾക്ക് പോണ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗായ്സ്.